മദ്യനയ കേസിൽ ജാമ്യം ലഭിച്ച ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നടപടികൾ പൂർത്തിയാക്കി ഇന്ന് പുറത്തിറങ്ങും. റോസ് അവന്യൂ കോടതിയാണ് ഇഡിയുടെ കടുത്ത എതിർപ്പ് മറികടന്ന് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത്. അതേസമയം കെജ്രിവാളിന് ജാമ്യം നൽകിയതിനെതിരെ ഇഡി ഇന്ന് ദില്ലി ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് സ്വാതി സന്തോഷ് ചേരുകയാണ്. സ്വാതി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അഞ്ജന. സ്വാതി, അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ഇന്നേക്ക് 3 മാസം തികയുന്ന ഒരു സാഹചര്യം. ഇന്ന ദിവസമാണ് അദ്ദേഹം ജാമ്യം ലഭിച്ച് പുറത്തേക്ക് വരുന്നത്. സ്വാഭാവികമായും വലിയ വാദപ്രതിവാദങ്ങളൊക്കെ ഇന്നലെ കോടതിയിൽ നടന്നത് നമ്മൾ കണ്ടതാണ്. ആം ആദ്മി പാർട്ടി പ്രവർത്തകർ വലിയ ആഹ്ലാദത്തിലാണ്. സത്യം ജയിക്കുമെന്ന് തന്നെ അവർ ഇന്നലെ തന്നെ പങ്കുവയ്ക്കുകയും ആളുകളോട് ഇന്നലെ മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്തൊരു പശ്ചാത്തലമുണ്ട്. എന്തായാലും അരവിന്ദ് കെജ്രിവാൾ ദില്ലിയുടെ മുഖ്യമന്ത്രി പുറത്തേക്ക് വരുമ്പോൾ അത് മോദി സർക്കാരിന് അതോടൊപ്പം തന്നെ ഇഡിക്ക് വലിയ തിരിച്ചടിയാകുകയാണല്ലേ? തീർച്ചയായും അഞ്ജന സൂചിപ്പിച്ച പോലെ തന്നെ ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിടുകയാണ്. എന്തായാലും ദില്ലി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് ഏകദേശം 3 മാസത്തോളമായി ജയിലിൽ കഴിയുകയാണ് അദ്ദേഹം. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇഡി അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിയുന്ന ഒരു സാഹചര്യം. ഇന്നലെയാണ് അദ്ദേഹത്തിന് ദില്ലി റോസ് അവന്യൂ കോടതി ജാമ്യം അനുവദിച്ചത്. ഈ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടി കോഴ വാങ്ങിയിട്ടുണ്ടെന്നും ഇതിൽ പാർട്ടി അധ്യക്ഷനായ അദ്ദേഹം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാന കക്ഷി എന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട ഇഡി അറസ്റ്റ് ചെയ്യുന്നതും ജയിലിലടയ്ക്കുകയും ചെയ്തത്. എന്നാൽ ഈ ഒരു 3 മാസ കാലയളവിൽ ഒരിക്കൽ പോലും അരവിന്ദ് കെജ്രിവാളിനെതിരായ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ ഇഡിക്ക് സാധിച്ചില്ല എന്നത് തന്നെയാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. സ്വാതി ഒരിക്കൽ കൂടി ചേരുകയാണ്. സ്വാതി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ പുറത്തേക്ക് വരുമ്പോൾ മോദിക്കും ഇഡിക്കും വലിയ തിരിച്ചടിയാകുന്നു. പറയാം. തീർച്ചയായും അഞ്ജന സൂചിപ്പിച്ച പോലെ തന്നെയാണ് കഴിഞ്ഞ അതായത് മാർച്ച് 21-നാണ് 2022 കേസുമായി ബന്ധപ്പെട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അദ്ദേഹത്തെ മദ്യനയ കേസിൽ അറസ്റ്റ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വലിയ വാദപ്രതിവാദങ്ങളൊക്കെ തന്നെയും ഇഡി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും കോടതിയിൽ വാദവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചു പോകുന്നുണ്ടായിരുന്നു. കൃത്യമായ തെളിവുകൾ പോലും ഇല്ലാത്ത പശ്ചാത്തലത്തിലാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളതും നമ്മുടെ മുന്നിൽ നിൽക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ റോസ് അവന്യൂ കോടതിയാണ് ദില്ലി മുഖ്യമന്ത്രിക്കായി ഇപ്പോൾ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇഡിയുടെ എല്ലാ വാദങ്ങളെയും തള്ളിക്കൊണ്ടായിരുന്നു കോടതി ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. മാത്രമല്ല ഇത് കനത്ത തിരിച്ചടി തന്നെയാണ് ഇഡിയെ സംബന്ധിച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറേ ദിവസങ്ങളായി കുറേ നാളുകളായി ഇത്തരത്തിൽ ദില്ലി എല്ലാ തനിക്കെതിരെ ശബ്ദിക്കുന്നവരെല്ലാം അടിച്ചമർത്തുന്ന ഒരു നിലപാട് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി ഇഡി അടക്കം ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് വിവിധ നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നൊരു നിലപാടിലേക്ക് കേന്ദ്രം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇതിലെല്ലാം ആം ആദ്മി പാർട്ടി നിരന്തരമായി ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ തെളിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കനത്ത തിരിച്ചടി തന്നെയാണ് ഇഡിക്ക് ഇത് സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്. അതേസമയം ഇഡി ഈ വിഷയത്തിൽ അതായത് ജാമ്യവിധി വൈകിപ്പിക്കണമെന്നതോടെ അടക്കമുള്ള ആവശ്യം കോടതിയുടെ മുൻപാകെ വെച്ചിരുന്നു. എന്നാൽ കോടതി അതിനെല്ലാം തള്ളിക്കൊണ്ടാണ് കുറേ നാളുകളായി ഇത്തരത്തിൽ ജയിലിൽ പിടിച്ചുവെക്കാൻ സാധ്യമല്ല എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദില്ലി മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. അതേസമയം 1 ലക്ഷം രൂപ ജാമ്യ ബോണ്ടിലാണ് ഇപ്പോൾ കെജ്രിവാൾ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നത്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് വലിയ ആവേശം തന്നെ നേതാക്കൾക്കിടയിൽ ഉണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും, ഏകദേശം വൈകുന്നേരത്തോടെ ആയിരിക്കും കെജ്രിവാൾ പുറത്തേക്ക് വരിക. ഇത് എന്തായാലും കേന്ദ്രത്തിന് വലിയ തിരിച്ചടിയാകുന്നു, ഇഡിക്ക് വലിയ തിരിച്ചടിയാകുന്നു. അതേസമയം ഇന്ത്യ മുന്നണിക്ക് വലിയ ആവേശം ഉണ്ടാക്കുന്നു. വലിയൊരു ശക്തമായ പ്രതിപക്ഷ നിര തന്നെ ഇന്ത്യ സഖ്യത്തിന് ഉണ്ടാകുന്നു എന്ന് തെളിയിക്കുന്നതായിരിക്കും ഈ കെജ്രിവാളിൻ്റെ കൂടി മോചനം എന്ന് നമുക്ക് കാണേണ്ടതായിട്ട് വരും. കഴിഞ്ഞ കാലയളവിലൊക്കെ തന്നെയും ഇഡി വലിയ പ്രതിവാദങ്ങൾ, വലിയ ആരോപണങ്ങളൊക്കെ തന്നെയും മുഖ്യമന്ത്രിക്കെതിരെ അതായത് കെജ്രിവാളിനെതിരെ ഉന്നയിക്കുമ്പോൾ പോലും അതിന് കൃത്യമായ ഒരു തെളിവുകളോ അതിൻ്റെ പശ്ചാത്തലമോ ഇല്ല എന്നുള്ളതും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന കാര്യമാണ്. അതിനെല്ലാം വകവെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ റോസ് അവന്യൂ കോടതിയിൽ കഴിഞ്ഞ ദിവസം ഈ ഇഡിയുടെ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ട് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഇതെന്തായാലും വലിയ തരത്തിലുള്ള തിരിച്ചടി തന്നെ ഇഡിക്കുണ്ടാക്കും എന്നതിൽ സംശയമില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2022-ലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. എന്നാൽ
എന്നാൽ ഇത് സംബന്ധിച്ച അറസ്റ്റ് ഉണ്ടാകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ദിവസം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ, അതായത് മാർച്ച് 21-നാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇന്നേക്ക് 3 മാസമാണ് തികയുന്നത്. അറസ്റ്റ് ചെയ്തതിൽ പിന്നെ ഇന്നേക്ക് 3 മാസം തികയുന്ന പശ്ചാത്തലത്തിലാണ് കെജ്രിവാൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇത് എന്തായാലും ഇഡിക്ക് കനത്ത തിരിച്ചടിയായിരിക്കും. രാജ്യത്തെമ്പാടും എതിർക്കുന്ന ശബ്ദങ്ങളെയൊക്കെ തന്നെയും വകവരുത്തുന്ന തരത്തിലുള്ള നിലപാടാണ് കേന്ദ്രവും ഇഡി ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്നത്. അവർക്ക് എന്തായാലും കനത്ത തിരിച്ചടി തന്നെ ഉണ്ടാകുന്നു എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇതിന് പിന്നാലെ ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതലായി കോടതി ചോദിച്ച കാര്യം ഈ ദില്ലി മുഖ്യമന്ത്രി കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇത്രയും വൈകിയിട്ടുണ്ട്. അതായത് 2022 രജിസ്റ്റർ ചെയ്ത കേസിൽ ഇത്രയും വൈകി ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റിന് പിന്നാലെ ഇത്രയും നാൾ ജയിലിൽ ഒരാളെ വെക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇതിൽ കേന്ദ്രം ഏറ്റവും പേടിക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ അടുത്ത വർഷം തുടക്കത്തിലാണ് ദില്ലിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കെജ്രിവാളിന്റെ അറസ്റ്റ് കെജ്രിവാളിന്റെ ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ കേന്ദ്രത്തിന് അത് മുതൽക്കൂട്ടാകും എന്നൊരു ധാരണയായിരുന്നു BJPയെ സംബന്ധിച്ചുണ്ടായിരുന്നത്. അതേസമയം ഈ ഒരു ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ BJPയുടെ എല്ലാ ആവശ്യങ്ങളും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ എന്തായാലും കെജ്രിവാൾ പുറത്തേക്ക് വരുന്നത്. ഇത് എന്തായാലും ഇന്ത്യ മുന്നണിക്ക് വലിയ ആവേശമാണ്. ദില്ലിയെ സംബന്ധിച്ച്, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് വലിയ മുതൽക്കൂട്ട് തന്നെയായിരിക്കും കെജ്രിവാളിന്റെ ഈ സമയത്തെ ജാമ്യം. അഞ്ജന. ശരി, സ്വാതി സന്തോഷാണ് വിവരങ്ങൾ വിശദമായി തന്നെ പങ്കുവച്ചത്. എന്തായാലും ദില്ലി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട അരവിന്ദ് കെജ്രിവാൾ ഇന്ന് വൈകിട്ടോടുകൂടി ജയിൽ മോചിതനായി പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം, ദില്ലിയിൽ അടുത്ത വർഷം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് ഇന്ത്യ സഖ്യത്തിനും അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിക്കും വലിയ ആത്മവിശ്വാസം നൽകുന്നത് തന്നെയായിരിക്കും. അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പല കേസുകളുമായി ബന്ധപ്പെടുത്തി മോദി സർക്കാർ ജയിലിലടച്ച മറ്റുള്ള ആളുകളുടെ മോചനവും ഇതിന് പിന്നാലെ വഴി തുറക്കും എന്ന ഒരു സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്.